ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിടെക് സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് BSNL അവസരം വന്നിരിക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിലേക്കാണ് ഈ ഓപ്പണിംഗ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല പാക്കേജുകളോട് കൂടിയ ഒരു ഓപ്പണിംഗ് ആണ്. ടെസ്റ്റ് ഉള്ള എക്സാമിനേഷൻ ആണ്. BSNL ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ വിശദവിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അതിനാദ്യമായിട്ട് പോസ്റ്റിൻ്റെ പേര് ടെലികോം ഓപ്പറേഷൻസ് സ്ട്രീമിലേക്കാണ് നിയമനം വരുന്നത്. അതിൽ 2 സ്ട്രീമുണ്ട്. ടെലികോം സ്ട്രീമിലേക്കുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും കോഴ്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതും. അതിൽ ആദ്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഓൺലൈൻ സ്ട്രീമിലാണ്. ഓൺലൈൻ മോഡിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 5-ാം തീയതി ഓൾറെഡി ആപ്ലിക്കേഷൻ്റെ വിൻഡോ ഓപ്പൺ ആണ്. നമുക്ക് 7-ാം തീയതി വരെ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നതാണ്. മാർച്ച് 7-ാം തീയതി വരെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ എക്സാം ഡേറ്റ് പ്രതീക്ഷിക്കുന്നത് 29 മാർച്ചിനാണ്. സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷൻ എല്ലാം കൂടി ചേർത്താണ് ചെയ്യുന്നത്. ഇനി സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,900 തുടങ്ങി 50,500 അവസാനിക്കുന്ന ഒരു നല്ല സാലറി സ്കെയിൽ ഉള്ളൊരു പോസ്റ്റ് കൂടിയാണ്. ഇത് അപേക്ഷിക്കേണ്ടുന്ന വെബ്സൈറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് നേരിട്ട് കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സൈറ്റ് ഇതിൽ കാണിച്ചിട്ടുണ്ട്, ഒപ്പം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപേക്ഷിക്കേണ്ടവർ അതുവഴി കയറി അപ്ലൈ ചെയ്യുക. ഇനിയും ഇതിന് 2 സ്ട്രീം എക്സാം ആണെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യമായിട്ട് സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി ടെലികോം ഓപ്പറേഷൻ സിസ്റ്റമാണ്. ഇവിടേക്കാണ് നമുക്ക് ബിടെക് സ്ട്രീമിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി തന്നെ ഫിനാൻഷ്യൽ സ്ട്രീമിലേക്കുണ്ട്. അതിൽ 25 വേക്കൻസിയാണ്. അത് നോൺ ടെക്നിക്കൽ പോലെ, അതായത് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വ്യത്യസ്ത യോഗ്യതയാണ്. ബിടെക് അല്ല ഇവിടുത്തെ അടിസ്ഥാന യോഗ്യത. അങ്ങനെ മൊത്തം 120 വേക്കൻസിയാണ്. നമ്മൾ ബിടെക് മേഖലയിലുള്ളവർക്ക് 95 പോസ്റ്റുകളിലേക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇനി ഏതൊക്കെ ബിടെക്കുകാർക്കാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം. ആദ്യമായിട്ട് ബിടെക് ഡിഗ്രിയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻകാർക്ക് അപേക്ഷിക്കാം, ഇലക്ട്രോണിക്സുകാർക്ക് അപേക്ഷിക്കാം, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അപേക്ഷിക്കാം, IT ഇലക്ട്രിക്കൽ ഓർ ഇൻസ്ട്രുമെന്റേഷൻ സ്ട്രീമിലുള്ളവർക്കും അപേക്ഷിക്കാം. മാത്രമല്ല ഇതിന് തതുല്യമായിട്ടുള്ള ഏത് യോഗ്യതയുള്ളവർക്കും ഈ ഒരു സ്ട്രീമിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും അപേക്ഷിക്കുന്ന ചില മാനദണ്ഡമുണ്ട്. നിങ്ങൾക്ക് 60% കുറയാത്ത മാർക്ക് തീർച്ചയായിട്ടും ഈ പോസ്റ്റിന്, അതായത് ഈ ഡിഗ്രി കോഴ്സിൽ ഉണ്ടായിരിക്കണം എന്നൊരു ക്രൈറ്റീരിയയാണ്. അതുള്ളവരെ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. മാക്സിമം മിനിമം ഏജ് 21 മാക്സിമം ഏജ് 30 വയസ്സുമാണ് ജനറൽ കാറ്റഗറിക്ക്. ഇനി OBC വിഭാഗത്തിന് 33 SC/ST വിഭാഗങ്ങൾക്ക് 35 വയസ്സും PWBD വിഭാഗങ്ങൾക്ക് 40 വയസ്സ് വരെയും ഏജ് റിലാക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായപരിധിക്ക് ഉള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റേജ് CBT എക്സാം ആണ്. അതായത് ഒറ്റ എക്സാമേ ഉണ്ടാവുകയുള്ളൂ. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQs എക്സാം ആണ്. ഇനി ടെക്നിക്കൽ പ്രൊഫഷണൽ നോളജ് മസ്റ്റായിട്ട് ഇവിടെ അസസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇനിയും ഇതിന് ക്വാളിഫയിങ് മാർക്കും ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ജനറൽ EWS വിഭാഗങ്ങൾക്ക് മിനിമം 40%, അതുപോലെ തന്നെ മൊത്തത്തിൽ 50% നമ്മൾ സ്കോർ ചെയ്യേണ്ടതുണ്ട്. SC/ST OBC വിഭാഗങ്ങൾക്ക് 35%, അഗ്രഗേറ്റ് ആയിട്ട് 45% നമ്മൾ ഇതിൽ അക്യുമുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയായിരിക്കും എക്സാമിനേഷന്റെ പ്രൊസീജിയർ നടക്കുന്നത്. ഈ എക്സാമിനേഷന് ശേഷം നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും നിയമനം നടക്കുന്നത്. ഇതിന് എക്സാമിനേഷൻ ഫീസും ഉണ്ട്. ജനറൽ OBC EWS വിഭാഗങ്ങൾക്ക് 2,500, SC/ST PWD വിഭാഗങ്ങൾക്ക് 1,250 രൂപയുമാണ് ഫീസ്. അപ്പോൾ ഈ ഒരു ഫീസ് അടച്ച് വേണം നിങ്ങൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കാൻ. ഇനിയും പറയുവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഒന്നുകൂടി പറയുകയാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓൾറെഡി ഓപ്പൺഡ് ആണ്. ഫെബ്രുവരിയിൽ, അതായത് ഫെബ്രുവരി 5-ാം തീയതി ഓപ്പൺ ആയി. ഇനി ഇതിന്റെ വിൻഡോ ക്ലോസ് ആവുന്ന 7-ാം തീയതി വരെയാണ്. ഇനി ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാൽ 8-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരു സമയമാണ് നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് ലഭിക്കുന്നത്. ഇനി ടെന്റേറ്റീവ് എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 29 മാർച്ച് 2026 ആണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ അപേക്ഷിക്കുന്നതിനൊപ്പം തന്നെ പാറ്റേൺ അനുസരിച്ച് പഠിച്ചു തുടങ്ങേണ്ടത് കൂടി അനിവാര്യമായ ഒരു കാര്യമാണ്. അങ്ങനെ കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുന്നതിന് നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ കോഴ്സിനെ പറ്റി അറിയുന്നതിനും കോഴ്സിന്റെ വിശദവിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.